ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അൽഹിന്ദ് അക്കാദമി തിരൂരിൽ ഞാൻ പുതിയ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന് വേണ്ടി ഞാൻ ഡ്രസ്സ് ചെയ്തു. അതിനുശേഷം പിന്നെ മേക്കപ്പ് നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളല്ലേ. അപ്പം അതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്തു, സൺസ്ക്രീൻ ഇട്ടു. സൺസ്ക്രീൻ ഇടാതെ പുറത്തിറങ്ങാൻ പറ്റുക, അമ്മാതിരി വെയിലൊക്കെയാണ്. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, കണ്ണെഴുതണം, എന്നാലേ നമുക്കൊരു ഉഷാറ് തോന്നും. പിന്നെ മസ്കാര പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എപ്പോഴും മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഗേൾസിന് അറിയാനുള്ള കാര്യങ്ങൾ. അതിനുശേഷം സ്ട്രോപ്പ് ക്രീം ഇട്ടു. സ്ട്രോപ്പ് ക്രീം എന്ത് നോർമലി നമ്മളെ ചീക്കൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ലിപ് ബാം ഇട്ടിട്ട് പിന്നെ ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ഞാൻ പുറത്തിറങ്ങൂല മക്കളെ. ലിപ്സ്റ്റിക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഗ്രൂമിങ് സെറ്റ് ആയതിനു ശേഷം ഞാൻ ബാഗ് എടുത്തതിൻ്റെ മേക്കപ്പ് പൗച്ച്, അതില്ലാതെ ഞാൻ എങ്ങനെ പോകും. മേക്കപ്പ് പൗച്ച് ബാഗിലിട്ടു. അപ്പോഴത്തേനും ഉമ്മ എന്ത് ചെയ്തു, ഫുഡ് പ്രിപ്പയർ ആക്കിയത്. ഫുഡ് ഞാൻ എന്ത് ചെയ്തു, ഉപ്പുമാവും നോർമലി ചായ ആയിരുന്നു ഉമ്മ പ്രിപ്പയർ ആക്കിയത്. അതിനുശേഷം അനിയനെ എണീപ്പിച്ചതിന് ശേഷം ഞാൻ അവനോട് പറഞ്ഞ് ബസ് സ്റ്റോപ്പിലാക്കി തരാൻ. അവനെ എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തന്നു. അങ്ങനെ ബസ് കയറിയതിന് ശേഷം ഞാൻ അവിടെ എത്തി, കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് തിരൂർക്ക് ഞാൻ ബസ്സിൽ പോകുമ്പോൾ നല്ല ലാഗാവും, നമുക്ക് ടയേർഡാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രെയിനാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യും. അങ്ങനെ ട്രെയിൻ എടുക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ എത്തി. ട്രെയിനിലെടുത്തപ്പോൾ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ ട്രെയിനിൽ. അങ്ങനെ തിരൂർ സ്റ്റേഷനിലെത്തി എൻ്റെ ട്രെയിനോട് ബൈ പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഒരു 5-10 മിനിറ്റുള്ളൂ ഞങ്ങൾ അക്കാദമിക്ക് നടക്കണം. എന്നിട്ട് ഞാൻ അവിടുന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഫ്രഷ് ടവർ, അതിൽ കയറി ഒരു പറഞ്ഞ ജ്യൂസ്. അത് നോർമലി ഡിഗ്രിയിലെ സമയത്ത് ഇതേപോലെ എന്തെങ്കിലും ജ്യൂസ് മേടിക്കണം. ആ ജ്യൂസ് മേടിച്ച് ബിൽ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞാൻ ലാസ്റ്റ് എൻ്റെ അക്കാദമിയിലെത്തിയപ്പോൾ എൻ്റെ കൊളീഗ്സ് കാര്യങ്ങൾ, എൻ്റെ ടീച്ചേഴ്സ്, ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു, ഞാൻ അവിടെ പഠിച്ചിരുന്നപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ സംസാരിച്ചു. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.